കൊൽക്കത്ത ഉയർത്തിയ 182 റൺസ് എന്ന കൂറ്റൻ വിജയലക്ഷ്യം പിന്തുടർന്നിറങ്ങി. ഒരു ഘട്ടത്തിൽ 16 ഓവറിൽ 7 വിക്കറ്റ് നഷ്ടത്തിൽ 128 റൺസ് എന്ന നിലയിൽ തകർന്നടിഞ്ഞ ലക്നൌവിനെ ഒറ്റയാൾ പോരാട്ടത്തിലൂടെ വിജയത്തിലെത്തിച്ച് മുകുൾ ചൗധരി. അവസാന ഓവറുകളിലെ മുകുളിന്റെ വെടിക്കെട്ട് ബാറ്റിംഗ് മികവിൽ 3 വിക്കറ്റിനാണ് ലക്നൌ കൊൽക്കത്തയെ പരാജയപ്പെടുത്തിയത്. ഈ സീസണിൽ ലക്നൌവിന്റെ രണ്ടാമത്തെ വിജയമാണിത്. കൊൽക്കത്തയുടേത് തുടർച്ചയായ 3ാം തോൽവിയും. ടോസ് നഷ്ടപ്പെട്ട് ആദ്യം ബാറ്റിംഗിനിറങ്ങിയ കൊൽക്കത്തയ്ക്ക് തുടക്കത്തിൽ തന്നെ തിരിച്ചടി നേരിട്ടു. സ്കോർ ബോർഡ് തുറക്കുന്നതിന് മുൻപ് തന്നെ ഓപ്പണർ ഫിൻ അലൻ 8 പന്തിൽ 9 എന്ന വിക്കറ്റ് നഷ്ടമായി. എന്നാൽ രണ്ടാം വിക്കറ്റിൽ ഒന്നിച്ച ക്യാപ്റ്റൻ അജിങ്ക്യ രഹാനെയും അങ്ക്രിഷ് രഘുവംശിയും ചേർന്ന് ഇന്നിംഗ്സ് കരകയറ്റി. ഇരുവരും ചേർന്ന് പടുത്തുയർത്തിയ 84 റൺസ് കൂട്ടുകെട്ടാണ് കൊൽക്കത്തയ്ക്ക് അടിത്തറ പാകിയത്. ലക്നൌവിനെതിരെ കൊൽക്കത്തയുടെ ഏറ്റവും ഉയർന്ന രണ്ടാമത്തെ കൂട്ടുകെട്ടാണിത്. എന്നാൽ 11ാം ഓവറിൽ സ്കോർ 99-ൽ നിൽക്കെ രഹാനെയെ പുറത്താക്കി ദിഗ്വേഷ് സിംഗ് റാഥി വീണ്ടും ലക്നൌവിന് ബ്രേക്ക് ത്രൂ നൽകി. തൊട്ടടുത്ത ഓവറിൽ രഘുവംശിയെ മണിമാരൻ സിദ്ധാർത്ഥും മടക്കിയതോടെ കൊൽക്കത്ത പരിങ്ങലിലായി. എന്നാൽ അവസാന ഓവറുകളിൽ തകർത്തടിച്ച റോമൻ പവൽ 24 പന്തിൽ പുറത്താവാതെ 39, കാമറൂൺ ഗ്രീൻ 24 പന്തിൽ പുറത്താവാതെ 32 എന്നിവരുടെ ബാറ്റിംഗ് മികവിലാണ് കൊൽക്കത്ത നിശ്ചിത 20 ഓവറിൽ 4 വിക്കറ്റ് നഷ്ടത്തിൽ 181 റൺസ് എന്ന ഭേദപ്പെട്ട സ്കോറിലെത്തിയത്. മറുപടി ബാറ്റിംഗിനിറങ്ങിയ ലക്നൌവിന് ഓപ്പണർമാരായ മിച്ചൽ മാർഷും എയ്ഡൻ മാർക്രമും മികച്ച തുടക്കം നൽകി. എന്നാൽ 5ാം ഓവറിൽ ഇരുവരെയും പുറത്താക്കി വൈഭവ് അറോറ ലക്നൌവിന് ഇരട്ട പ്രഹരം നൽകി. പിന്നാലെ എത്തിയ ക്യാപ്റ്റൻ ഋഷഭ് പന്തിനും തിളങ്ങാനായില്ല. സീസണിൽ ആദ്യമായി പന്തെറിഞ്ഞ കാമറൂൺ ഗ്രീനാണ് പന്തിനെ പുറത്താക്കിയത്. 4ാമനായി ക്രീസിലെത്തിയ ആയുഷ് ബദോനി 34 പന്തിൽ 54 റൺസ് ഒരറ്റത്ത് പൊരുതി നിന്നെങ്കിലും മറുവശത്ത് വിക്കറ്റുകൾ കൊഴിഞ്ഞുകൊണ്ടിരുന്നു. നിക്കോളസ് പൂരൻ 15 പന്തിൽ 13, അബ്ദുൽ സമദ് 5 പന്തിൽ 2, മുഹമ്മദ് ഷമി 3 പന്തിൽ 1 എന്നിവർക്കൊന്നും നിലയുറപ്പിക്കാനായില്ല. 15ാം ഓവറിൽ ബദോനി കൂടി പുറത്തായതോടെ ലക്നൌ തോൽവി ഉറപ്പിച്ചു. 16 ഓവർ പിന്നിടുമ്പോൾ 7 വിക്കറ്റിന് 128 എന്ന നിലയിലായിരുന്നു ലക്നൌ. അവസാന 24 പന്തിൽ ജയിക്കാൻ വേണ്ടത് 54 റൺസ്. 8ാം വിക്കറ്റിൽ ആവേഷ് ഖാനെ കാഴ്ചക്കാരനാക്കി നിർത്തി കൂട്ടുകെട്ടിൽ ആവേഷിന്റെ സംഭാവന വെറും 1 റൺസ് നിർത്തി മുകുൾ ചൗധരി കത്തിക്കയറുകയായിരുന്നു. വെറും 27 പന്തിൽ 7 കൂറ്റൻ സിക്സറുകളും 2 ഫോറുമടക്കം 54 റൺസ് അടിച്ചുകൂട്ടി മുകുൾ ലക്നൌവിന്റെ ഹീറോ ആയി മാറി.